ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ ഒരിക്കലും നൽകില്ല, ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ നൽകില്ല എന്ന് അവർ ഭയപ്പെടുന്ന കാര്യങ്ങൾ, അവർ പേടിക്കുകയാണ്, ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കില്ല എന്ന് അവർ പേടിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയറിൽ, നിങ്ങളുടെ ക്യാരക്ടറിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിലൊക്കെ അവർ ഇതൊന്നും എനിക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന രീതിയിൽ ഭയപ്പെടുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പേഴ്സണ് ചെയ്തു കൊടുക്കില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് കരുതി അവർ പേടിക്കുന്ന, അവർ ഭയപ്പെടുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത്. നിങ്ങൾ നൽകില്ല എന്ന് കരുതി അവർ ഭയപ്പെടുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത്. ഓക്കെ, 2 ഓഫ് സോർഡ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. 7 ഓഫ് സോർഡ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, 7 ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. 8 ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, Ace of Swords, Queen of Cups, 10 of Pentacles, Page of Pentacles, 4 of Pentacles. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ടെമ്പറൻസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇമോഷണൽ ഇൻസെക്യൂരിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നൽകില്ലെന്ന് അവർ ഉള്ളിൽ പേടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവരിവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പേടിക്കുന്നത് എന്നുള്ളത് കാര്യം നമുക്ക് നോക്കാം. ഇവിടെ 2 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, അതുപോലെ ഏസ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ക്ലാരിറ്റിയും അതുപോലെ നിങ്ങളുടെ ഒരു ഡിസിഷനെയും അവർ ഭയപ്പെടുകയാണ്. അവർക്ക് തോന്നുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കില്ല എന്നുള്ളതാണ്. എപ്പോഴും ഒരു മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സുകൾ ഒരിക്കലും തുറന്നു പറയില്ല. അപ്പോൾ 2 ഓഫ് സോർഡ്സ് കാണിക്കുന്നത് ഇമോഷണൽ ബ്ലോക്കിംഗ് ആണ്. അപ്പോൾ ഏസ് ഓഫ് സോർഡ്സ് കാണിക്കുന്നത് ട്രൂത്തും ക്ലാരിറ്റിയുമാണ്. അപ്പോൾ അവർ ഭയപ്പെടുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു കാര്യങ്ങളും തുറന്ന് പറയില്ല എന്ന് അവർ പേടിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റിലെ ഒരു പെയിൻ ഒക്കെ ഹീൽ ചെയ്യാനുള്ള കഴിവാണ് നമുക്കിവിടെ ഈ ഒരു 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അവർക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോഴും ആ ഒരു പഴയ വിഷമത്തിൽ സ്റ്റക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അവള് അല്ലെങ്കിൽ അവൻ ഈ ഒരു പാസ്റ്റ് വിട്ടിട്ട് മുന്നോട്ടേക്ക് എൻ്റെ അടുത്തേക്ക് വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഒരു പേഴ്സൺ ഉണ്ട്. അപ്പം അവർ പേടിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ്, നിങ്ങൾ പാസ്റ്റിലെ ആ ഒരു പെയിൻ വിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫുള്ളായിട്ട് വരില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാസ്റ്റിലെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു വ്യക്തിക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഇപ്പോഴും നിങ്ങൾ തങ്ങി കിടക്കുന്നു എന്ന് അവർ ചിന്തിക്കുകയാണ് നിങ്ങളെക്കുറിച്ച്. പിന്നെ 7 ഓഫ് സോർഡ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ട്രസ്റ്റ്, അതുപോലെ ഹോണസ്റ്റി, ഈ 2 കാര്യങ്ങളാണ് പറയാൻ പറ്റുക. ഈ ഒരു കാർഡ് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നത്, നിങ്ങളെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേടി അവർക്കുണ്ട്. നിങ്ങൾ ഇനി ഹോണസ്റ്റ് ആയിരിക്കില്ലേ എന്ന് അവർ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ആയിരിക്കില്ല എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഫീലിങ്സുകൾ അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ 7 ഓഫ് കപ്സ് ഉണ്ട്, 8 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഇവിടെ 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. അവർ ഒരു ഇല്യൂഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അവർ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. 8 ഓഫ് വാൻഡ്സിലേക്ക് വരുമ്പോൾ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ്സ് ആണ്
കാണുന്നത്. അപ്പം അവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആണ്, ഒട്ടും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ലവ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഒരിക്കൽ നിങ്ങൾ വളരെയധികം ഒരു സമയത്ത് സ്നേഹം ഇങ്ങനെ കാണിക്കും, പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് എടുക്കും, അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നാണ്. അപ്പോൾ ഇത് സീരിയസ് ആണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫാന്റസി ആണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഇവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്, ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. നിങ്ങൾക്കും അവർക്കും ഒരു ഡീപ്പ് ഫീലിങ്സ് തമ്മിൽ ഉണ്ടാകാം. പക്ഷേ അവർ പേടിക്കുന്നത് നിങ്ങൾ ഇമോഷണലി മച്ചുവർ ആയിട്ട് സ്ഥിരതയോടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എന്നെ ഇട്ടിട്ട് പോകും എന്നവർ വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഫീലിങ്സുകൾ കൺട്രോൾ ചെയ്യാതെ നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ടത് ഇവിടെ ആവശ്യമാണ് ശരിക്കും. പിന്നെ പേജ് ഓഫ് കപ്സ് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹമില്ല, അതുപോലത്തെ ഒരു സ്നേഹമാണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്യുവർ ആയിട്ടുള്ള ഒരു അഫെക്ഷൻ, കെയറിങ് ഒക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർ പേടിക്കുന്നുണ്ട് നിങ്ങൾ അത്ര ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ല, അത് അവർക്ക് കിട്ടുന്നില്ല എന്ന് അതിന് ഒരിക്കലും അത് കിട്ടില്ല എന്നും അതുപോലെ അവർ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണ്, അത് ഓർത്തിട്ടാണ് അവർ പേടിക്കുന്നത്. ഓക്കെ. പിന്നെ അവർക്ക് ഫ്യൂച്ചറിൽ ശരിക്കും ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി ആയിട്ട് റിലേഷൻഷിപ്പ് വേണമെന്നുണ്ട്, ഒരു കമ്മിറ്റ്മെന്റ്, അതുപോലെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം, ഫാമിലി എനർജി ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ അതിനൊക്കെ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ഡൗട്ടാണ്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുമോ, നിങ്ങളൊരു ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ അവരിങ്ങനെ വളരെയധികം കൺഫ്യൂസ്ഡ് ആകുന്നു. അതിനെ തുടർന്ന് അവർക്ക് അതിനെക്കുറിച്ചൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ഇവിടെ ഈ 4 ഓഫ് പെന്റിക്കിൾസ് കാണുമ്പോൾ അവർക്കൊരു സ്റ്റെബിലിറ്റി വേണം. നിങ്ങൾ എന്നെ ഹോൾഡ് ചെയ്ത് വെക്കുമോ എന്നൊക്കെയുള്ള ഒരു ഇൻസെക്യൂരിറ്റിയും അവർക്കുണ്ട്. അപ്പോൾ അവർ ഭയപ്പെടുന്നത് നിങ്ങൾ ഇമോഷണലി കുറച്ച് ഡിസ്റ്റൻസ് എടുക്കുന്നു, അതിനുശേഷം വളരെയധികം ഒരു സ്നേഹത്തോടെ തിരിച്ചു വരുന്നു, വീണ്ടും ഇമോഷണലി ഡിസ്റ്റൻസ് എടുക്കുന്നു. ഇത് ഒരു ഫുള്ളി കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നില്ല. അതാണ് അവരെ കൺഫ്യൂസ്ഡ് ആക്കുന്നതും അവർക്ക് പേടി ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ ടെമ്പറൻസ് കാർഡിലേക്ക് വരുമ്പോൾ ഈ ഒരു കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ഹാർമണി, ബാലൻസ്, പേഷ്യൻസ്, ഈ 3 കാര്യങ്ങളാണ്. അതായത് അവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പേഷ്യൻസ് വളരെ കുറവാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല ഈ ഒരു പേഷ്യൻസ് കുറവ് മൂലം. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒരു ഹാർമണി ഒരിക്കലും ഉണ്ടാവില്ല എന്നവർ പേടിക്കുകയാണ്. അപ്പൊ ശരിക്കും ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേടിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് പാസ്റ്റ് വിട്ട് മുന്നോട്ട് വരാനായിട്ട് കഴിയില്ല എന്ന് അവർ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഫീലിങ്സ് അവർക്ക് കൊടുക്കുന്നില്ല, ഫുൾ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നില്ല, റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, ഇമോഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഓർത്തിട്ടാണ് അവർ പേടിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു പേഴ്സണെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഇനി മുന്നോട്ടേക്കും ഇങ്ങനെ തന്നെ ആകുമോ എന്ന് അവർ പേടിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് പോയിന്റ് ഉണ്ട്. അവർക്ക് നിങ്ങളോട് ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാ കാര്യങ്ങളും. കാരണം നമുക്ക് കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയാണ് കൂടുതലായിട്ടും. അവർ പുറത്തൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ഈ ഒരു പേടി ഡൊമിനേറ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അവര് നിങ്ങളിൽ നിന്നും ആക്ച്വലി എന്താണ് ആഗ്രഹിക്കുന്നത് എന്നോടി നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവർ പേടിക്കുന്നുണ്ട്. ആക്ച്വലി അവർ എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഏസ് ഓഫ് സോഴ്സും 2 ഓഫ് സോഴ്സും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവരൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്നവരോട് കാര്യങ്ങൾ പറയണം. സൈലന്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് എനിക്ക് നീ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് അറിയണം. ഇതാണ് അവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്നർ നീഡ്, ഇന്നർ തോട്ട്സ് എന്ന് പറഞ്ഞാൽ അതാണ് അവർ ശരിക്കും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള ഒരു സ്നേഹം വേണം നിങ്ങളിൽ നിന്ന്. ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹം മതി, പക്ഷെ ഒരു അഫെക്ഷൻ ഉണ്ടാകണം, ഇമോഷണൽ അവൈലബിലിറ്റി ഉണ്ടാകണം അതിനകത്ത്. അവർ ആഗ്രഹിക്കുന്നത് നീ എന്നോട് ഓപ്പൺലി സ്നേഹം കാണിക്കണം എന്ന് തന്നെയാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇമ്മച്വർ അല്ലാത്ത ഒരു സ്നേഹമാണ് വേണ്ടത്. ഡ്രാമയൊക്കെ കുറച്ച് മതി, കൺട്രോൾ ഉള്ള ഇമോഷൻസ് വേണം, അതുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അവരെ ആ ഒരു നേച്ചർ, അവരുടെ ഒരു പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ളൊരു സ്നേഹം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നീ സ്റ്റേബിൾ ആയിരിക്കുക, എനിക്ക് സേഫ് ആയിട്ട് അത് ഫീൽ ചെയ്യുകയും വേണം. അപ്പൊ നീ സ്റ്റേബിൾ ആണ് എന്ന് അവൾക്ക് അല്ലെങ്കിൽ അവന് ഫീൽ ചെയ്യണം. അതാണ് ഇവിടെ ആ രീതിയിലുള്ള ഒരു സ്നേഹം കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ നമുക്ക് 7 ഓഫ് സോർട്സിന്റെ കാർഡാണ്. അപ്പൊ അവർക്ക് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ്, അവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ
ഒട്ടും സീക്രട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും എന്നോട് പറയണം. സീക്രട്സ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന റിലേഷൻഷിപ്പ്. മൈൻഡ് ഗെയിംസ് ഒന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് നീ റിയൽ ആയിരിക്കുക, നീ പച്ചയായ ഒരു മനുഷ്യനായിരിക്കുക. ഞാനും നിന്റെ മുന്നിൽ പച്ചയായ ഒരു മനുഷ്യനായിരിക്കും. നമുക്ക് എല്ലാ ഫീലിങ്സുകളും നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ ഫീലിങ്സുകളും പറയാനായിട്ട് പറ്റണം അങ്ങോട്ടും ഇങ്ങോട്ടും. നീ റിയൽ ആയിരിക്കുക, ഫേക്ക് ആയിട്ട് നിൽക്കരുത് എന്നാണ് പറയുന്നത്. നിനക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് നിനക്ക് തുറന്ന് പറയാനായിട്ട് കഴിയണം. അതുപോലെ നീ റിയൽ ആയിരിക്കണം എന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള നിന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ. പിന്നെ 7 ഓഫ് കപ്സ്. ഇവിടെ ഒരു ഫാന്റസീസ് അല്ല, ശരിക്കും റിയാലിറ്റി വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം എപ്പോഴും ഒരു ക്ലിയർ ആക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അവർക്ക് ഒരു കൺസിസ്റ്റൻസി എപ്പോഴും അവർ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ടെസ്റ്റിങ്, കോളിങ്, ഇനീഷ്യേറ്റീവ് എടുക്കുക ഓരോ കാര്യത്തിന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രമിക്കണം. ഞാൻ മാത്രമല്ല അതിന് എഫേർട്ട് ഇടേണ്ടത്, നീയും കൂടി എഫേർട്ട് ഇടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് പെന്റിക്കിൾസ്, പേജ് ഓഫ് പെന്റിക്കിൾസ്. ഇത് വളരെ സ്ട്രോങ് ആണ്. ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാനിങ്ങുകൾ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഫ്യൂച്ചറിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധം ശരിക്കും സീരിയസ് ആയിട്ട് ബിൽഡ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നും ആ ഒരു ആക്ഷൻ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് റീഅഷുറൻസ് വേണം. എന്നെ ഒരിക്കലും വിട്ടിട്ട് പോകില്ല എന്ന ഉള്ളൊരു ഫീലിങ്സ് അവർക്ക് കിട്ടണം. അല്ലെങ്കിൽ അവരെ അത് ഫീൽ ചെയ്യിപ്പിക്കണം നിങ്ങൾ. അതാണ് ഈ ഒരു 4 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ റിലേഷൻഷിപ്പ് വളരെയധികം സ്മൂത്ത് ആകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഒരു ഫൈറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് ഫൈറ്റുകൾ പോകണം. പിന്നെ പേഷ്യൻസ് ഉണ്ടാകണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ പരസ്പരം അങ്ങ് കാമായിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ 5 ഓഫ് കപ്സിലേക്ക് വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പാസ്റ്റ് വിട്ട് പുറത്ത് വരണം, പുതിയൊരു ബിഗിനിങ് തുടങ്ങണം. അത് നിങ്ങൾ സ്വീകരിക്കണം. ആ ഒരു പഴയ വിഷമങ്ങളൊക്കെ വിട്ടിട്ട്, ആ പഴയ പാസ്റ്റിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് എനിക്ക് നിങ്ങളെ മുഴുവനായിട്ട് നിങ്ങൾ തരണം, ആ ഒരു രീതിയിൽ ഇവര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ആഗ്രഹിക്കുന്ന, ഓവറോൾ പറയുകയാണെങ്കിൽ എങ്ങനെയുള്ള നിങ്ങളെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ. ഇമോഷണലായിട്ട് നിങ്ങൾ അവരുടെ മുന്നിൽ ഓപ്പൺ ആകണം. നല്ല ട്രസ്റ്റ് വേണം, ഹോണസ്റ്റ് വേണം, കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. ലോങ് ടൈം കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരോടൊപ്പം ചേർന്ന് എഫേർട്ട് ഇടുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. ഒരു ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വിട്ട് ആ പഴയ വേദനകളൊക്കെ മറന്ന് പേഷ്യൻസോടുകൂടി ഈ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പേഴ്സൺ ആകണം നിങ്ങൾ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്നെ സ്നേഹിക്കണം, പക്ഷെ അത് കാണിച്ചും എന്നോട് തെളിയിക്കണം, അല്ലെങ്കിൽ കാണിക്കണം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കും കൂടി ഫീൽ ചെയ്യണം. ആ ഒരു രീതിയിൽ നീ എന്നെ സ്നേഹിക്കണം എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു സമയത്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇപ്പോൾ ചില ആളുകൾക്ക് തോന്നാം, ഇനി എന്ത് ചെയ്താലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കൂടുതലായിട്ട് ക്ലോസ് ആയിട്ട് വരാനായിട്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ ഇതാണ് എന്ന് ഇപ്പോഴായിരിക്കാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ സ്റ്റെബിലിറ്റിയോ കൺസിസ്റ്റൻസിയോ ഒന്നും കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും കെയറിങ് നൽകാനായിട്ട് കഴിഞ്ഞില്ല. അവർ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സിൽ നമുക്കൊരു ഗൈഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കാനായിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സിനോട് നമുക്ക് ഗൈഡൻസ് ചോദിക്കാം. അപ്പോൾ ഗൈഡൻസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏസ് ഓഫ് സോർട്സ് ഉണ്ട്. ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളെ കൂടുതൽ ക്ലോസ് ആക്കാനായിട്ട് അത് സഹായിക്കും. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ തന്നെ ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണോ അതിൽ കുറച്ച് ഫീലിങ്സുകൾ പിടിച്ചു വെച്ചിട്ട് ബാക്കി കുറച്ച് ഫീലിങ്സുകൾ പറയുക, അങ്ങനെയല്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന അവരെക്കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഫസ്റ്റ് തോട്ട്സ് അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഫീലിങ്സ് അത് മുഴുവനായിട്ട് അവരോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ സീരിയസ് ആണ്, ഇങ്ങനെ ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പകുതി പറഞ്ഞിട്ട് പകുതി ഇൻഡയറക്റ്റ് പകുതി ഡയറക്റ്റ്, കുറച്ച് പറയുന്നില്ല, കുറച്ച് ട്രൂത്തുകൾ പറയുന്നു, കുറച്ച് സത്യങ്ങൾ പറയുന്നില്ല, ഇങ്ങനെ പറയാതിരിക്കുക. ഓക്കെ. അത് കുറച്ചും കൂടെ ഇങ്ങനെ ഉള്ള കോൺവെർസേഷൻസ് ഉണ്ടാകുമ്പോൾ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ ഈ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ക്ലോസ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വലിയ കാര്യങ്ങൾ ഒന്നും ഈ റിലേഷൻഷിപ്പിൽ
നിങ്ങൾ ചെയ്യേണ്ട ചെറിയ ചെറിയ കെയറിങ് മെസ്സേജസോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്നു എന്നൊരു തോന്നൽ അവർക്ക് കൊടുക്കുന്നതോ ഇമോഷണൽ വാംതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇവയാണ് ഏറ്റവും കൂടുതൽ ഒരു കണക്ട് നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ജെന്യുവൻ ആയിട്ട് ഇരിക്കുക, ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇമോഷണൽ കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും നമുക്ക് വന്നിട്ട് അതാണ് ഇമോഷണൽ കൺസിസ്റ്റൻസി. ഒരിക്കലും വളരെ ക്ലോസ് ആയിട്ട് വന്നിട്ട് പിന്നെ സഡൻലി ഡിസ്റ്റൻസിലേക്ക് പോകുന്ന ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്കുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അവോയ്ഡ് ചെയ്യണം. സെയിം എനർജി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നിങ്ങളോട് ഓവർ കെയറിങ് ചെയ്യാനൊന്നും ഇവിടെ ആരും പറയുന്നില്ല, അല്ലെങ്കിൽ അവരങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല. ഒരു ഓവർ കെയറിങ്ങോ അങ്ങനെ ഒന്നും, ഓവർ സ്നേഹമോ ഓവർ പ്രൊട്ടക്ഷനോ ഇതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഒരു നോർമൽ രീതിയിലുള്ള എല്ലാം ചെയ്യുക, ആ ഒരു നോർമൽ രീതിയിലുള്ള കാര്യങ്ങൾ എപ്പോഴും സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ കാം ആയിരിക്കുക, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 7 ഓഫ് സോർഡ്സ് ഉണ്ട്, 4 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അത് അവർക്ക് ഓൾറെഡി ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇവർക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീക്രട്ട്, പല കാര്യങ്ങളും സീക്രട്ട് ആയിട്ട് വെക്കുന്നുണ്ടാകാം. നിങ്ങൾ ആ ഒരു സീക്രട്ട് ആയിട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പേഴ്സണോട് തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക പരമാവധി. പിന്നെ പ്രോമിസസ് എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസസ് ഒക്കെ പാലിക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോമിസസ് കൊടുക്കാതിരിക്കാം. ഓക്കെ, കൺസിസ്റ്റൻസിയും ട്രസ്റ്റും കൂടെ ഒരുമിച്ച് ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ 7 ഓഫ് കപ്സും 2 ഓഫ് സോർഡ്സും ഇത് ശരിക്കും ഒരു ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. നിങ്ങൾ എപ്പോഴും ഒരു മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അതായത് ചില സമയത്ത് അവർക്ക് തോന്നും, ഈ വ്യക്തിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഒരിക്കലും എന്നെ ഇട്ടിട്ട് പോകില്ല, അങ്ങനെയൊക്കെ തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും, അതായത് നിങ്ങളുടെ ആക്ഷൻസോ നിങ്ങളുടെ പ്രവൃത്തികളോ സംസാരങ്ങളോ ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു വ്യക്തി അങ്ങനെ എടുക്കുന്നത്. ചില സമയത്ത് അവർക്ക് തോന്നും, ഇവര് ഒട്ടും സീരിയസ് അല്ല ഈ റിലേഷൻഷിപ്പിൽ, ഇവരെപ്പോഴാണെങ്കിലും എന്നെ ഇട്ടിട്ട് പോകും, അങ്ങനെ എനിക്ക് തോന്നുന്നത്. ആ ഒരു രീതിയിലുള്ള ഫീലിങ്സുകൾ മാറി മറിഞ്ഞ് അപ്പോൾ അവിടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് കിട്ടുന്നത് അവർക്ക് നിങ്ങളിൽ നിന്ന്. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. യെസ് ആണെങ്കിൽ യെസ് എന്നും നോ ആണെങ്കിൽ നോ എന്നും പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇപ്പോൾ യെസ് അല്ലാതെ ഇരിക്കുകയും അത് നോയും അല്ല യെസ്സും അല്ലാത്ത ഒരു രീതിയിൽ ഒരു ക്ലാരിറ്റി കൊടുക്കാതിരിക്കുന്ന ഒരു സംഭവം വരുമ്പോഴാണ് അവിടെ ഒരു നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പൊ അത് ചെയ്യാതിരിക്കുക. മേ ബി എന്ന രീതിയിൽ പറയാതിരിക്കുക. ആ ഒരു എനർജി കൊടുക്കരുത്. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ആ ഒരു എനർജി കൊടുക്കരുത്. അത് കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഡിസ്റ്റൻസിലേക്ക് പോകാനുള്ള അവസരങ്ങൾ അത് സൃഷ്ടിക്കും എന്നുള്ളതാണ്. പിന്നെ 8 ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ ഇനീഷ്യേറ്റീവ് എടുക്കണം. ഈ റിലേഷൻഷിപ്പിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ റിലേഷൻഷിപ്പിന് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങളും എഫേർട്ട് ഇടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കമ്മ്യൂണിക്കേഷൻ എന്നും റെഗുലർ ആയിട്ട് അവർക്ക് കിട്ടണം. ഒരു 2 മിനിറ്റ്സ് ആണെങ്കിൽ കൂടി അത് റെഗുലർ ആയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അവർ മാത്രം എഫേർട്ട് ഇടുന്ന പോലെ ഒരു ഫീലിങ്സ് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കാം. മ്യൂച്വൽ എഫേർട്ട് ഇടുന്ന പോലെ ഒരു ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ 10 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇത് അവർക്കൊരു ലോങ് ടേം എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പറയണം, അതായത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ പറയണം, നമ്മുടെ ഫ്യൂച്ചർ ഇങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാൻസ്, ഈ റിലേഷൻഷിപ്പിന്റെ ഗ്രോത്ത്, പ്ലാനിങ്ങുകൾ, സ്റ്റെബിലിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് അവരെ കുറിച്ചും കൂടി ഒരു സെക്യൂർ ആക്കും. ഈ റിലേഷൻഷിപ്പ് വളരെ സീരിയസ് ആണെന്നും ഇതിൽ നിൽക്കാമെന്നും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാമെന്നും ഒക്കെ അവർക്ക് തോന്നൽ ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കുമെന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ പാസ്റ്റിലെ ഹേർട്ടുകളും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല. അത് ക്യാരി ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്ലോക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട് എന്ന് ഈ ഒരു പേഴ്സണും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അവർക്ക് ഫീൽ ചെയ്യണം, നീ ഇപ്പോൾ ഈ ഒരു പ്രസന്റിൽ ആണ് ഇപ്പോൾ ഉള്ളത്, പാസ്റ്റ് ഒക്കെ വിട്ടു, പ്രസന്റിൽ ഇവരോടുകൂടെ വളരെ ഹാപ്പിയാണ് എന്ന് അവരെ ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് വളരെ ക്ലോസ് ആയിട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഓവർ റിയാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. വളരെ കാം ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, പേഷ്യൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കിടന്ന് ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കിയാലും ഒന്നും അവിടെ മാറാനായിട്ട് പോകുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാമായിട്ട് പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് ബോണ്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മോൾ ഓൺ റൈറ്റ് സൈഡിലെ കവളിലും മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2003 നമുക്ക് കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്.
639 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടുന്നുണ്ട്. 2 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. നമ്പർ 52 എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം. ഈഗോ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 23 യോഗ എൻകറേജസ് യു. ദിസ് മന്ത് എന്ന് പറയുന്ന പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ, മാർച്ച് മന്ത്, വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം എന്നുള്ളൊരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 1978 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 41, അതുപോലെ തന്നെ 1987 നമുക്ക് കിട്ടുന്നുണ്ട്. 1987 വീണ്ടും കിട്ടുന്നുണ്ട്. ലോങ് നെയിൽ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2 days എന്ന് പറയുന്ന പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, ഇടുക്കി നമ്പർ 37 1992 റീഡിങ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. 1994 നമ്പർ 32 നമ്പർ 31 ഓഗസ്റ്റ് മന്ത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.